ഹലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാറുണ്ടോ? എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വരാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. ഒരു ചെറിയ ടെൻഷനൊക്കെ നമ്മൾ മൈൻഡിലേക്ക് എടുത്തു വെക്കുന്നതാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരുന്നതാണ്. എപ്പോഴും പറയാറുണ്ട് ചില ആൾക്കാരല്ലേ, എനിക്കെപ്പോഴും ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ? എനിക്കറിയില്ല. ഇതാണ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം എന്തിനെങ്കിലും പരിഹാരമാണോ? നിങ്ങളുടെ ടെൻഷൻ അടിച്ചിരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം നിങ്ങൾക്ക് കൊണ്ടെത്താനായിട്ട് പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും ടെൻഷൻ അടിച്ചിരിക്കാതെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വിക്ക്ലി തിങ്ക് ചെയ്യുക. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിലേക്ക് എത്താനായിട്ട് എന്താണ് ഒരു വഴി? ഇതിൽ നിന്ന് മറികടക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് താഴേക്ക് പോകും, നിങ്ങളുടെ എനർജി ലെവൽ താഴേക്ക് പോകും അല്ലേ? നമ്മുടെ എനർജി ലെവൽ നമ്മൾ ഹൈ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം നമ്മുടെ എനർജി ലെവൽ പർപ്പസ്ഫുള്ളി നമ്മൾ താഴേക്ക് കൊണ്ട് കളയാതെ നമുക്ക് ചെറിയ ടെൻഷൻ വന്നാൽ പോലും അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആലോചിക്കാം. നിങ്ങൾ നിരന്തരം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ വേറെ എങ്ങോട്ടും പോയി കൊണ്ടുവരേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എങ്ങനെ നമുക്ക് അവിടെ നിന്ന് ആ ആൻസർ ലഭിക്കും? അവിടെയാണ് നമ്മുടെ മൈൻഡ് പവർ, നമ്മുടെ മെഡിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പ്രയോജനപ്പെടുന്നത്. നിങ്ങളൊന്ന് കാമായിട്ടിരുന്നിട്ട് നിങ്ങളോട് തന്നെ നിങ്ങളുടെ ടെൻഷനുള്ള കാരണം അന്വേഷിക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാലും എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ടെൻഷൻ ആവുന്നത് അതിന് ഉള്ള സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ സൊല്യൂഷൻ എനിക്ക് വർക്കൗട്ട് ആവുമോ? നിരന്തരം മനസ്സിനോട് ചോദിക്കുക. നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾ വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അവനവനോട് തന്നെ ചോദിക്കുക, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ നിന്ന് മറികടക്കാനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്നിലേക്ക് വന്നു. ഈ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തോടു കൂടി എല്ലാം തീരുന്നില്ല അല്ലേ? അപ്പൊ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള വഴി തുറന്നു കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ ഇനി എന്ത് എന്ന് ചിന്തിക്കാത്ത രീതിയിൽ അതിനെ പാടെ അവഗണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ടെൻഷൻ വരുമ്പോൾ പോലും നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ അതിൽ നിന്നും മറികടക്കാനായിട്ട്, അതിൽ നിന്നും ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ആലോചിക്കുക. ആ സൊല്യൂഷൻ, ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് നെക്സ്റ്റ് ടൈമിൽ നമ്മളത് അവോയ്ഡ് ചെയ്താൽ മതി. അവിടെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ആദ്യം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാപ്പിനെസ് തകർക്കാനുള്ള ഒരു കാര്യത്തിലേയും നമ്മൾ പോകാതിരിക്കുക. നമ്മളെ തന്നെ ഡൗൺ ആക്കി വെക്കാതിരിക്കുക. താങ്ക്